കലാപഭൂമിയായ മണിപ്പൂരിൽ ഇത്തവണ കാലിടറി ബി.ജെ.പി. എൻ.ഡി.എ സഖ്യത്തെ കൈവിട്ട മണിപ്പൂരിലെ ജനത കോൺഗ്രസിനൊപ്പം നിന്നു. കലാപത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാരും നോക്കുകുത്തിയായത് ബി.ജെ.പിക്കെതിരായ ജനവികാരത്തിന് ഇടയായി. 2019 കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത 2 സീറ്റിലും മണിപ്പൂരിൽ എൻ.ഡി.എക്ക് കാലിടറുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിന് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായത് മണിപ്പൂരിലെ കലാപങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടിയ അലംഭാവമാണെന്ന് നിസ്സംശയം പറയാം. മേത്തികൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്നർ മണിപ്പൂരിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. നാഗകളും കുക്കികളും മേത്തികളും ഉൾപ്പെടുന്ന ഔട്ടർ മണിപ്പൂരിൽ എൻ.ഡി.എക്ക് വേണ്ടി നാഗ പീപ്പിൾസ് ഫ്രണ്ടും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം. രണ്ടിടത്തും എൻ.ഡി.എക്ക് കാലിടറി. കലാപത്തിന്റെ മുറിവുകളുണങ്ങാത്ത മണിപ്പൂരിലെ ജനത സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. കലാപം രൂക്ഷമായ സമയത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും രണ്ടാം ഭാരത് ജോഡോ യാത്രയുടെ പര്യടനവും കോൺഗ്രസിന് തിരിച്ചുവരവിന് വഴിയൊരുക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാതിരുന്നതും കലാപത്തിൽ 2 മാസത്തിലധികം പ്രധാനമന്ത്രി മൗനം തുടർന്നതും തിരിച്ചടിക്ക് കാരണമായി. ജനവിധിയിൽ സർക്കാരിന് വിശ്വാസ്യത നഷ്ടപ്പെട്ടതോടെ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം ഏറുകയാണ്. 24 ഡൽഹി.